എന്നാണ് ഇൻ്റർവ്യൂവിന് വന്നെന്ന് ചോദിക്കുന്നതുകൊണ്ട്. പക്ഷേ അവളോട് അവളെ വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം അവൾ പറയും. എന്താ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സിറം അമോണിയം എന്ന് പറയും. അതിനാ സാക്ഷ്യം കേൾക്കണം. സിറം അമോണിയം. അതോടെ ഇയാൾ ഞെട്ടിപ്പോവും. ആധുനികമായിട്ട് പഠിച്ചിട്ടുള്ള നേഴ്സുമാർ പോലും ആ ഉത്തരം തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവളാണെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചതല്ല ഇത്. അവൾ പറയുന്നുണ്ട്, ഞാൻ 3 കൊല്ലം മുമ്പ് നോക്കിയ നോട്ട് ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ 21:15 അനുസരിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കുമെന്നല്ലേ പറയണത്. സീറോ. ആ ഒരു ഒറ്റ ഉത്തരത്തിന് അവൾക്ക് ആ ജോലി കിട്ടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് ഈ പ്രസൻസ് എന്ന് പറയണത്. പ്രസൻസ്. അവൾക്ക് പണ്ട് അവളുടെ ജോലി പോയി, സ്പോൺസർ പോയി, എല്ലാം പോയി. എന്നിട്ട് ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കുമ്പോൾ പണ്ട് അതിൻ്റെ ഉത്തരം ദൈവം തന്നെ അവൾക്ക് ഓർപ്പിച്ചു കൊടുക്കാൻ കണ്ടിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ പറയണത്. അതായത് നമ്മളെപ്പോഴും ഇപ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് വചനമില്ലേ? നമ്മൾ വായിച്ചാണല്ലോ 21:13. അതായത് ക്ലേശകാലത്ത് എന്താണ് നമ്മുടെ കയ്യിൽ എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലം. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോകണ്ടെന്ന് നിങ്ങളെ വീട്ടിലെ അയൽവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പറയും, ഓ ഞാൻ പിന്നെ വരാം. എന്നിട്ട് അവർക്കറിയാം അവർ ഉടമ്പടി നടത്തിയിട്ടില്ല, മറ്റൊരു ഉടമ്പടി പുതുക്കാൻ പോവുകയും ഞാൻ പിന്നെ അതിൽ അവർ ഉടമ്പടി കുഴപ്പമില്ല. അപ്പോൾ അവരിവിടെ മനസ്സിരിക്കണത് പുതുക്കിയിട്ടും എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ്. ഈ തലവാതി രോഗിയെപ്പോലെ ഞാൻ പിച്ചിമ്പയും പറഞ്ഞ പോലെ ഞാൻ പിന്നെയും വരാമെന്ന് പറയണത്. അവരൊരിക്കലും വരത്തില്ല. ഞാൻ പറയണത് എൻ്റെ മക്കളെ, അതായത് സത്യസന്ധമായിട്ട് നോക്കിയാൽ നിങ്ങൾ ദൈവത്തെ ഈ വിഷയം സിൻസിയർ ആൻഡ് സീരിയസ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സിൻസിയർ ആൻഡ് സീരിയസ് കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ സിൻസിയർ ആൻഡ് സീരിയസ് ആണ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സിൻസിയർ ആൻഡ് സീരിയസ് അല്ല. സിൻസിയർ ആകുന്നവർ എല്ലാ കാര്യത്തിലും സിൻസിയർ ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സിൻസിയർ, നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സീരിയസ് അല്ല. ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് അതാ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. സാക്ഷികളായിരിക്കുമ്പോൾ ദൈവം എന്താ? പ്രസൻസാണ്. ദൈവം കൂടെ വരികയാണ്. ശില്പയുടെ കൂടെ ചെന്നിട്ട് ആ സമയത്ത് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ തന്നെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. കാര്യം ഇത് ഞാനിപ്പോഴെങ്കിലും പഠിച്ച കാര്യമല്ല, പണ്ട് പഠിച്ച കാര്യമാണ്. കർത്താവ് അതിപ്പോൾ ഓർപ്പിച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഉത്തരം പറയണമെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് തരുമെന്നല്ലേ പറയണത്. ആ സമയത്ത് അറിവ് തരും. അപ്പോൾ എൻ്റെ മക്കളെ എന്തായത് എനിവേയാണ് നമ്മൾ സർവൈലൻസിലാണ് നിൽക്കണത്. ഇപ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെച്ചിരിക്കണത് എന്താണ്? ഇതുപോലും ദൈവം നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധയുണ്ട്. നമ്മൾക്കാണ് ദൈവത്തെ ശ്രദ്ധയില്ലാത്തത്, അല്ലെങ്കിൽ ശ്രദ്ധ കുറവുള്ളത്. ഇപ്പോൾ എമ്മാവുസേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ കൂടെ ആ ഭാര്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കാരണം ഭർത്താവിനെ കളയാതെ ഇരിക്കാൻ വേണ്ടി കർത്താവ് കൂടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവ് കൂടിയിരിക്കും. പക്ഷേ മ്ലാനവതരായത് കാരണം ഇവർക്ക് കർത്താവിനെ മനസ്സിലായില്ല. അതാ വിഷയം. കൂടുന്ന പ്രസൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾക്ക് ഒരുക്കമില്ലാത്ത കാരണവും സങ്കടമുള്ള കാരണം നിരാശ ഉള്ളത് കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പം തന്നെ 44 വയസ്സുകാരൊക്കെ വന്ന് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവിടെ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല. അമ്മയും അപ്പനോ പറഞ്ഞ് ഇപ്പം അപ്പനും അമ്മയും മരിക്കാൻ പോകണേ, ഞങ്ങൾ ചത്താപ്പിൻ്റെ നിരക്കാർ കാശ് വെച്ച് ഊണ് വെച്ച് തരും. അത് അവർക്കുടെ പ്രശ്നം അത്രയേ ഉള്ളേ. അവരുടെ പ്രശ്നത്തിൽ ഞങ്ങളെങ്ങാനും ചത്ത ഈ 49 വയസ്സുകാരന് ആര് ഭക്ഷണം കൊടുക്കും എന്നാണ്. അത്രയേ ഉള്ളൂ. അവർക്ക് എൻ്റെ കുടുംബജീവിതം ഉണ്ടാകണം അങ്ങനെയൊന്നുമല്ല, അവൻ്റെ കാര്യം നോക്കാനൊരാൾ, അത്രയേ ഉള്ളൂ. അത്രേ അപ്പനും അമ്മയും ഉദ്ദേശിക്കുന്നുള്ളേ. അത് ദൈവത്തിനും അറിയാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളതെന്ന്. അത് ഇതിനകത്തുള്ള കാപട്യമെല്ലാം ദൈവത്തിന് അറിയാവുന്നേ. നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം ആരാണെന്ന് ആദ്യം മനസ്സിലാക്കി അടുക്കണം. കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അവർക്ക് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല അവന് ഊണ് കൊടുക്കാൻ അവൻ്റെ അണ്ടർവെയർ ആരെ ഇളക്കി തരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാരിനെ കൊണ്ടുവന്ന് നിർത്തരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലേ? ഞാൻ പറയാൻ മനസ്സിലായ? പല ആൾക്കാരും അതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ആത്മീയ കാര്യം ആര് ശ്രദ്ധിക്കും
എന്നാണൊരു അമ്മ ഒരു വിവാഹം കഴിക്കാത്ത മകനെക്കുറിച്ച് ഓർത്ത് കർത്താവിൻ്റെ മുന്നിൽ വേദനിക്കണമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിനക്ക് ജീവിത പങ്കാളിയെ തരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മക്കളുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നേറുവാൻ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. മക്കളെ, വളരെ കൃത്യമായിട്ട് കർത്താവ് നിങ്ങളോട് വൃത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഈ ഉടമ്പടി ധ്യാനം വീണ്ടും യൂട്യൂബിൽ കൂടണം. അടുത്ത ചൊവ്വാഴ്ച അല്ലേ, അടുത്ത ചൊവ്വാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഇത് അപ്പ് ചെയ്യണത്. ഇപ്പോൾ ഒരു ക്യാമറയിലൊക്കെ എടുക്കാൻ കണ്ടില്ലേ, അപ്പ് ചെയ്യണത് അടുത്തതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ധ്യാനം കയറണം. കുരിയുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ധ്യാനങ്ങളൊന്നും ആശയപരമായ ഒരു പ്രകർഷണമല്ല, മറിച്ച് കർത്താവ് നമുക്കൊരു മെക്കാനിസം തരികയാണ്, ഒരു ഹോംവർക്ക് തരും. അത് നമ്മൾ ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യണത്. ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ചെയ്ത് നോക്കാതെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം ഇപ്പോൾ 21 പറഞ്ഞില്ലേ, ഈ ക്ലേശകാലത്ത് നിങ്ങളെ എന്തായിരിക്കണം? സാക്ഷികളായിരിക്കണം, അല്ല കിടന്ന് ഉറങ്ങരുത്. അപ്പം നാട്ടുകാർ ചോദിക്കുമോ നിങ്ങൾ ഉടമ്പടിക്ക് പോയിട്ട് എന്തായി ഇവിടെ? അപ്പോൾ ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ മാതാവിലഞ്ഞിട്ടാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോയത് ചോദിക്കും. പണ്ടാരം പിശാച് അങ്ങനെ പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് വീണ് പോണതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടാണ്. ഉഴപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മളോടൊന്നും പറയും. എന്ത് പറയും? ഇത് കർത്താവ് സമയത്ത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയും. ഞാൻ മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ, കല്യാണം കഴിക്കാത്ത മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ ഞാൻ പറയും, അമ്മേ സത്യം പറ, ഇവളുടെ ജീവിത പങ്കാളി അമ്മയുടെ കയ്യിലില്ലേ? ഞാൻ 27 ദിവസം ഡേറ്റ് ഇടും, ഇവർക്ക് കാണിച്ചു കൊടുക്കണം ആളെ, ഇവിടെ കല്യാണം സെറ്റാകണമെന്ന് പറയും. കാര്യം കർത്താവിൻ്റെ വഴികളിൽ നമുക്കറിയാമല്ലോ, ഇത് എല്ലാവരുടെയും ജീവിത പങ്കാളി ഓരോ വിഷയങ്ങൾക്കും ഉള്ള പോം വഴികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇത് താമസിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ കാലമായിട്ടില്ല. അതാണ് പ്രശ്നം. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ ചർച്ചിൽ പറഞ്ഞ് ഈ അർത്ഥനഗ്നായ ഫക്കീറാണ് ഇവിടെ നിൽക്കുന്നത്. ഇവനേക്കാൾ ഗതികേടാണ് ഈ നാട്ടിലുള്ളവർ, ഇന്ത്യ രാജ്യത്തുള്ളത്. ഇവരെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത ജനാധിപത്യം അവനൊക്കെ എന്ത് പരുവത്തെ കൊണ്ട് ആക്കും? ജനാധിപത്യം സ്വീകരിക്കാൻ ഇവർക്ക് പക്വതയായോ എന്ന് ചർച്ചിൽ ചോദിച്ചു. ശരിയോ തെറ്റോ ഞാൻ അത് വായിച്ചതാണ്. പക്ഷേ ചർച്ചിൻ്റെ നിഗമനം ശരിയോ തെറ്റോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചോദ്യം പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണക്രമം, അത് പാലിച്ചു പോകാൻ നമുക്കിന്നും പറ്റണില്ല. നമ്മളിപ്പോഴും നോക്കണത് ജനാധിപത്യത്തെ തല്ലിക്കെടുത്താൻ പറ്റിയ ഭരണഘടനയിലെ വകുപ്പുകളെ കളയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കണത്. വീണ്ടും ഓട്ടോക്രാറ്റ് ആകാം, വീണ്ടും ഏകാധിപത്യത്തിനുള്ള ചാൻസും ഈ ജനാധിപത്യത്തിൽ ഉണ്ടോ എന്നാണ് ഭരണഘടന ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോക്കണത്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ഏത് സമയത്ത് വർക്കൗട്ട് ചെയ്യും, അതിൻ്റെ സമയങ്ങളെ ക്രമീകരിക്കുന്നത് നിങ്ങളാണ്, അല്ല ദൈവമല്ല. ദൈവത്തിന് സമയം നീട്ടിക്കൊണ്ടു പോകുന്നൊരു പോളിസി ഇല്ല. എന്താ പറയണത്? അവിടുന്ന് കാലവിളംബം വരുത്തുമോ? മർക്കോസിൽ 13 വായിക്കത്തില്ലേ? 13:21 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന.